വെളുപ്പിന് തുടങ്ങിയ മഴ കേട്ടോ. ഒരു 5 മണിയായപ്പം തുടങ്ങിയ മഴയാണ്. നല്ല കാറ്റും ഒക്കെ ആയിരുന്നു തോന്നുന്നു. നല്ല മഴയായിരുന്നു. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും മറവി വരുന്ന ഒരു നല്ല അടിപൊളി ഒരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അത് എടാ ഈ തല്ലി പേടിക്കരുത് കേട്ടോ. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിന് അവനോടൊന്ന് ഒളിഞ്ഞു നോക്കുന്നു. ആ അടങ്ങിയിരിക്കും കണ്ണാ, എൻ്റെ മൂക്കൂത്തി പറഞ്ഞു. അപ്പം വീട്ടമ്മമാർക്കൊക്കെ നല്ലപോലെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ കുറച്ച് കുക്കിങ്ങും പിന്നെ അടുക്കളയിലെ ടിപ്സ് ആണ് കേട്ടോ, അതായത് ബ്യൂട്ടി ടിപ്സ് ഒന്നുമല്ല. അങ്ങനത്തെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ജോമ എന്നോട് പറഞ്ഞു, വെളി സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കത്തില്ലെന്ന് ചോദിച്ചു. എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്നേ. എന്നാണെന്നറിയാവുന്നേ, അതുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ വഴിയാന്നേ, നമ്മുടെ തൊട്ടും മറ്റത് വഴിയാണ്. എപ്പോഴും ഈ ഓട്ടോയും സ്കൂട്ടറും പിന്നെ ആൾക്കാരൊക്കെ പോകുന്നു. അതുകൊണ്ടാണ് എനിക്ക് എന്തോ പൊതുവേ ഞാനൊരു ഇങ്ങനെ ഒത്തിരിയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെന്നിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ചമ്മലാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇവരൊക്കെ ഉള്ളപ്പോൾ, ചേട്ടനുള്ളപ്പോൾ പോലും ഞാൻ പറയും പാത്രം ഇച്ചിരി നേരം മുറിയിലോട്ട് നിൽക്കുക, ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് പറയാം. എനിക്ക് ഭയങ്കര ചമ്മലായിട്ട്. അപ്പം ഞാൻ എടുക്കാം കേട്ടോ. ജോമ പറഞ്ഞത് ഞാൻ ശരിയാണ്, നല്ലതാണ്. അവിടെ നിന്ന് എടുത്താൽ നല്ല ഭംഗിയായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ എടുക്കാം. പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കുക്കിങ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടമ്മമാരൊക്കെ മറന്നു പോകുന്ന എല്ലാ വീട്ടും എനിക്കും ഒക്കെ മറന്നു പറ്റാറുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാവരും ഒന്ന് വീഡിയോയിലൂടെയൊക്കെ കാണുക. അപ്പം വീഡിയോയ്ക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പോണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഹെന്ന ചെയ്തതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് ഓരോന്നും പറയുന്നുണ്ട്. ഞാൻ പക്ഷെ ഇതൊന്നും മൈൻഡ് കൊടുക്കുന്നില്ല കേട്ടോ. കാര്യം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നതിനാണ് മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെ എടുക്കുന്നത്, ചെയ്തു നോക്കി എന്നൊക്കെ വരെ പറഞ്ഞുകൊണ്ട് വരെ ഓരോരുത്തർ കമൻറ്റ് ഇട്ടു. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോ ഇട്ട ഉടനെ ചെയ്ത് ഓടി വന്ന് റിസൾട്ട് പറയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നതാണേലും പിന്നെ ഒരാൾ വന്നിച്ച് പറഞ്ഞു, കമൻറ്റ് ലൈക്ക് ചെയ്യണമെന്ന് തോന്നിയില്ല, കമൻറ്റ് ഇടാനെങ്കിലും മനസ്സ് തോന്നിയില്ലോ. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ നമ്മൾ എന്നാ കാര്യത്തിനാണെങ്കിലും നെഗറ്റീവ് വരും. നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്ന് നോക്കുക. ഒന്ന് പച്ച പിടിച്ചങ്ങോട്ട് കയറിയതേ ഉള്ളൂ. കയറിയപ്പോഴേ നിങ്ങൾ എന്നെ ഇങ്ങനെ അടിച്ച് താഴ്ത്തരുത്. നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് ശരിയാണ്. നിങ്ങൾ ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ചെയ്തത് അതെടുക്കുന്നതിൻ്റെ ഒക്കെ ആയിരിക്കാം. കൂട്ടൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറിപ്പോകുന്നതിൻ്റെയൊക്കെ ആയിരിക്കും ചിലർക്ക്. എനിക്കും പണ്ടിങ്ങനൊക്കെ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഐഡിയ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാണേലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. ഇങ്ങനെയൊക്കെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്കൊരു മനസ്സിന് സന്തോഷം എന്നെ ഇതിലൊക്കെ ഒന്ന് പറ. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒരുപാട് സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് വന്നാലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ജോമ കഴിഞ്ഞ ദിവസം കമൻറ്റ് ഇട്ട പോലെ ചാനൽ നിർത്താൻ വരെ ഞാൻ തീരുമാനിച്ചായിരുന്നു. അതിൽ നിന്നാണ് ഇത്രയും മാറ്റം വന്നത്. എന്നെ കട്ട സപ്പോർട്ടായിട്ട് നിന്നത് ജയ ചേച്ചി, അജിത ചേച്ചിയും പിന്നെ ജോമ, പിന്നെ ശ്രീദേവി ചേച്ചി, പിന്നെ നമ്മുടെ ഗീത ചേച്ചി, അങ്ങനെ കുറേ പേരുണ്ട്. കുറേ പേരെന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു, പോകല്ലേ ഇടണം, ഞങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ അവർ പറയുന്നത് ഇത് വെച്ചാണ്, 2 പേരെ കണ്ടുള്ളതിലും എൻ്റെ വീഡിയോ പോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം എന്നിലൊക്കെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ കാണുമല്ലോ. നമുക്ക് മനുഷ്യരല്ലേ, നമുക്ക് തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്തവരാരും ഇല്ലല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞോ, അത് തിരുത്തുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ നമ്മളെ ഒരുമാതിരി ഇതാക്കുന്ന രീതിയിൽ മാത്രം പറയല്ലേ. നമ്മളിപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരാളെ ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലെ ഒരാൾക്കാരായിട്ടാണ് കാണുന്നത്. നമ്മളെല്ലാവരും അങ്ങോട്ടുണ്ടോ. ഞാനിപ്പോൾ എൻ്റെ ചാനൽ മാത്രമല്ല, മറ്റുള്ളവർ എല്ലാവരുടെയും ചാനൽ ഞാൻ നേരത്തെ മുതൽ കാണുന്ന ആളാണ്. പക്ഷേങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ നല്ല കമൻറ്റ് ഇടും. നമുക്ക് അവരൊരു ഇതായിട്ട് വരുന്നതാണെങ്കിൽ ഞാൻ ചിന്തിക്കും, ഒരു പക്ഷേ അവർ ചെയ്യുന്ന അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയായിരിക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം. നമുക്ക് ഒരാളെ നെഗറ്റീവ് അടിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട്, അല്ലേ? പിന്നെ നെഗറ്റീവ് പറഞ്ഞവരോടൊന്നും എനിക്ക് പിണക്കമൊന്നുമില്ല. അവരുടെ അതൊക്കെ കുഴപ്പമില്ല, ഞാൻ അതൊക്കെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കേട്ടോ. നമുക്കതിന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് അറിയാവുന്ന ടിപ്സൊക്കെ ഞാൻ ഒത്തിരി വലിച്ചു ചെയ്തിട്ട് അത് ഈ പറയുന്ന പോലെ ഞാൻ ചെയ്ത് നോക്കി എനിക്കത് പ്രയോജനപ്പെടുമ്പോഴാണ് ഞാൻ വീഡിയോയിലൂടെ ഇടുന്നത്. അല്ലാതെ ചുമ്മാ ഞാൻ ചെയ്ത് വെച്ച് കണ്ടോ ഇത് ശരിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നെ ഇവിടുത്തെ നാട്ടുകാർ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ രീതിക്ക് കാണിച്ചിട്ട് തന്നെയാണ് നല്ല രീതിക്ക് എനിക്ക് അത് റിസൾട്ട് കിട്ടുമ്പോഴാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം കേട്ടോ. സാധാരണ ഞാൻ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പാത്രത്തിൽ വെള്ളം വെക്കുന്നത് കട്ടൻ കാപ്പി എടുക്കാനായിട്ടല്ലേ. ഇന്ന് കട്ടൻ കാപ്പി എടുക്കാനായിട്ടല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അടുക്കളയിൽ നമ്മളൊക്കെ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഞാനും ഒരുപാട് തവണ മറന്നു പോകുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ മറന്നു പോകുന്ന സമയത്ത് ചെയ്യുന്ന പരിപാടിയാണിത്.
ഇതിപ്പോൾ രാവിലെ ഞാനൊരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിങ്ങനെ വെള്ളം അടുപ്പിൽ വെച്ചേക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ കടല വെള്ളത്തിൽ ഇടാനായിട്ട് മിക്കവരും മറന്നു പോകും. കടല തന്നെയല്ല, ഗ്രീൻ പീസും അതെ. അത് വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ വെളുപ്പൊക്കെ ആകുമ്പോഴായിരിക്കും ഓർക്കുന്നത് അയ്യോ ഇന്നലെ കടല വെള്ളത്തിൽ ഇട്ടില്ല. ഞാനും അങ്ങനെയാണ് കേട്ടോ, അയ്യോ വെള്ളത്തിൽ ഇട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇതെനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴും കടലയാണെങ്കിലും ഗ്രീൻ പീസ് ആണെങ്കിലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഒരുപാട് തോന്നാറില്ല. ചിലപ്പോൾ രാത്രി ഒരു ഒന്ന് മയങ്ങി എണീക്കുമ്പോഴായിരിക്കും അയ്യോ കടല വെള്ളത്തിൽ ഇട്ടില്ലല്ലോ എന്ന് ഓർക്കുക. പിന്നെ ഞാൻ ഓർക്കുക എന്തായാലും വെളുപ്പിന് ചെയ്യാമല്ലോ എന്ന് ഓർക്കും. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഫ്ലാസ്ക്, എല്ലാവരും വീട്ടിൽ കാണുമല്ലോ ഒരു ഫ്ലാസ്ക്, അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള കടല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പതിയെ വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഇങ്ങനത്തെ ഫ്ലാസ്കൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് പത്തോന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്താൽ അതിനകം എല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ ചെറുതായിട്ട് ചെരിച്ച് വെച്ച് പതിയെ പതിയെ കടല ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കടല അതിനകത്തോട്ട് ഇട്ടതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഫ്ലാസ്കിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഗ്രീൻ പീസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കടലയാണെങ്കിലും ഗ്രീൻ പീസ് ആണെങ്കിലും എണ്ണ നല്ലപോലെ തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേച്ച് അതങ്ങ് അടച്ച് 1 മണിക്കൂറെങ്കിലും ഒന്ന് വെക്കണേ. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലപോലെ കുതിർന്നിരിക്കും. അപ്പം ഞാൻ വെള്ളം ഒഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതങ്ങോട്ട് വീഡിയോയിലോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെന്ന് തോന്നി. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫോൺ ശരിക്കും വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കാനായിട്ടായിരുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചത് ഇച്ചിരി കൂടി പോവുകയും ചെയ്തു കേട്ടോ. ഇത് എന്നു വെച്ചാൽ മിക്ക വീട്ടമ്മമാരും വെളുപ്പിനെ തന്നെ എണീക്കും. കാര്യം പിള്ളേരൊക്കെ സ്കൂളിൽ പോകാനുള്ള എല്ലാ വീട്ടമ്മമാരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും ഇച്ചിരി നേരത്തെ എണീക്കും. അല്ലാതെ ഒത്തിരി നേരം കിടന്ന് ആരും ഉറങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ ഇത് വെള്ളം കൂടിപ്പോയിട്ട് ഞാൻ ഇച്ചിരി തിരിച്ചൊഴിച്ചാൽ കേട്ടോ, അടപ്പടയ്ക്കാല്ലേ പാടാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് എണീക്കുമ്പോഴത്തേക്ക് ഒരു 6 മണി സമയത്ത് നമ്മൾ എന്നെയാണ് 6 മണിക്കെങ്കിലും എണീക്കുന്നവരാണ് എല്ലാ വീട്ടമ്മമാരും. അപ്പം അതിനകത്തോട്ട് ഇങ്ങനെ ഫ്ലാസ്കിലെടുത്ത് വെച്ച് ഇങ്ങനെ കടലയൊക്കെ വെള്ളത്തിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം അതങ്ങ് അടച്ചവിടെ വെച്ചാൽ മതി. അവിടെ 1 മണിക്കൂർ അത് ഇരുന്നതിന് ശേഷം നമ്മളെടുത്ത് സാധാരണ പോലെ തന്നെ നമ്മൾ കടല എങ്ങനെ കറി വെക്കുന്നു അതുപോലെയുള്ള കാര്യങ്ങളങ്ങ് ചെയ്താൽ മതി. ഇപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്ന ഉടനെ ആയിട്ട് കേട്ടോ വോയിസ് കൊടുക്കാത്തത്. കാര്യം ആ സമയത്ത് നമ്മുടെ വോയിസ് ഒരുമാതിരി ഉറക്കപ്പിച്ചുള്ളൊരു സൗണ്ടല്ലേ, അതുകൊണ്ടാണ് വോയിസ് കൊടുക്കാതിരുന്നത്. അപ്പം ഞാൻ കടല എല്ലാം ഫ്ലാസ്കിൽ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ ഭദ്രമായിട്ട് ഇനി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ അടുക്കളയിലെ കുറേ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇനി കടല അടുപ്പിലോട്ട് വെക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എന്നെപ്പോലെ മറവിയുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിങ്ങനെ ഞാൻ ചെയ്തത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയേച്ച് എപ്പോഴെങ്കിലും ഇതിനകത്ത് വന്നൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കടല എങ്ങനെയാണ് കഴിയെടുക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോയിലൂടെ കാണാം. രാവിലെ എല്ലാവരുമൊക്കെ എണീറ്റ് കാപ്പിയൊക്കെ എല്ലാവർക്കും കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ രാവിലെ നമ്മൾ വെള്ളത്തിലിട്ട കടല ഇങ്ങനെ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ നല്ല പോലെ കുതിർന്നിട്ടുണ്ടേ. അതായത് ഈ വെള്ളം ഇനി നമ്മൾ കളഞ്ഞ് വെച്ച് നമ്മൾ സാധാരണ കടല കഴുകി എടുക്കുന്ന പോലെ തന്നെ ഇത് കഴുകിയെടുക്കണം. ഇത് കഴുകിയെടുത്തുകൊണ്ട് വരട്ടെ. സാധാരണ കടല എന്ന് പറഞ്ഞാൽ തലേദിവസം നമ്മൾ കടല വെള്ളത്തിൽ ഇട്ടേച്ച് പിറ്റേ ദിവസം രാവിലെ കഴുകത്തില്ലേ. ഇപ്പോൾ ഇതിനകത്തൊരു കൈ ഇടല്ലോ കേട്ടോ, നല്ല തിളച്ച വെള്ളമാണ്, കൈ പൊള്ളും. 2 പ്രാവശ്യം ഒന്ന് വെള്ളം ഒഴിച്ച് കളഞ്ഞ് വെച്ച് കൈയിട്ട് കഴുകാവുള്ളൂ. ഇതിനെ നല്ലപോലെ കഴുകിട്ടോ. ഇത് കണ്ടോ കടല നല്ലപോലെ കുതിർന്നിട്ടേ കണ്ടോ, നല്ലപോലെ കടല കുതിർന്നു. ഇനി ഇത് നമ്മൾ സാധാരണ കുക്കറിലോട്ടിട്ട് വേവിക്കുന്ന പോലെ തന്നെ ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ആദ്യമേ തന്നെ വെള്ളത്തിൽ കൈയിട്ടേക്കല്ല്. വെള്ളം നല്ല ചൂടായിരിക്കും, ഫ്ലാസ്കിൽ ഇരിക്കുന്ന വെള്ളമാണ്. അതൊരു 3-4 പ്രാവശ്യമെങ്കിലും അത് വെള്ളം ഒന്ന് ഒഴിച്ച് കഴുകി, കൈയിടാതെ തന്നെ വെള്ളം ഒഴിച്ചത് ഊറ്റിക്കളഞ്ഞേച്ച് വേണം കഴുകിയെടുക്കാനായിട്ട്. നല്ലപോലെ കുതിരും കേട്ടോ. നമ്മളത് ഇനി കുതിരുവോ ഇല്ലയോ എന്നൊന്നും വേഗം കൂടി നമ്മൾ തലേദിവസം വെള്ളത്തിയിട്ട കടലയാന്നേ പറയുള്ളൂ കണ്ടാൽ. അതുപോലെ ഇതായിട്ട് നമുക്ക് കുതിർന്നും കിട്ടും, അതുപോലെ തന്നെ വെന്തും കിട്ടും നല്ല ഇതായിട്ട്. ഞാൻ വെള്ളം ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കട്ടെ. നമ്മൾ കടലയെല്ലാം എടുത്തു, എല്ലാം കഴിഞ്ഞു. അപ്പം ഫ്ലാസ്കിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയം വരും, കടല എടുത്തതല്ലേ അപ്പം ഫ്ലാസ്കിന് ഇനി കാപ്പി ഒഴിച്ച് വെച്ചാൽ വല്ല ചുവ വരുമോ അല്ലെങ്കിൽ സ്മെല്ല് വരുമോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ അതിന് ഇതേണ്ട ഇതുപോലെ ഉണ്ട്, ന്യൂസ് പേപ്പർ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇതൊക്കെ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ആയിട്ടോ ഇങ്ങനെയൊക്കെ ഫ്ലാസ്ക്. ഇപ്പോൾ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിയാണ്ടല്ലോ, ഒരു ശകലം പോലും സ്മെല്ലും ഒന്നും വരത്തില്ല. എന്നിട്ട് ഇതിലേക്ക് ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒഴിച്ച് വെച്ച്
ഇതുണ്ട് ഈ അടപ്പ് ഇങ്ങനെ അടച്ച് ഒന്ന് കുലുക്കി കഴിക്കാൻ പറ്റും. നല്ലപോലെ വൃത്തിയാകും ഇതിനകം. ഇതുണ്ട് ഇതിനകം നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. ഇനി ഇത് കമത്തി വെച്ച് ഉണങ്ങി പിന്നെ എടുത്ത് അടച്ചു വെക്കത്തേ ഉള്ളൂ ഞാൻ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണേ. അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ അപ്പത്തിന് നമ്മുടെ തലേദിവസം അരച്ചു വെക്കുന്ന അരിയാണേ. ചോറും തേങ്ങായും പിന്നെ ഈസ്റ്റും ഒക്കെ ചേർത്ത് അരച്ചു വെക്കും. ഇതുണ്ടോ, നല്ല അടിപൊളി അപ്പം ഉണ്ടാക്കാം. നമ്മുടെ ആദ്യത്തെ അപ്പം റെഡിയായേ. ഇത് കണ്ടോ, കടല നല്ലപോലെ വെന്ത് കേട്ടോ. അപ്പം അതിന് അരപ്പൊക്കെ ചേർക്കാനായിട്ട് നല്ല ചൂടാണ്. ഇത് കണ്ടോ, കണ്ടോ നല്ല ചൂടാട്ടോ. കുക്കർ അങ്ങോട്ട് ഇപ്പം തുറന്നതേ ഉള്ളൂ. കണ്ടോ, നല്ല ചൂടാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കടുക് വറുക്കുന്നതിനകത്തോട്ട് തന്നെ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. കടല വേവിക്കുമ്പം അതിനകത്തോട്ട് ഉള്ളിയും പച്ചമുളകും ഒന്നും അങ്ങനെ ചേർക്കത്തില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. എന്നു വെച്ചാൽ ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. അതിനകത്ത് അങ്ങനെ ഒരു ശകല എരിവെങ്ങാനും വന്നാൽ അവൻ എന്നെ കിടത്തി പൊറപ്പിക്കുകയില്ല. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് തേങ്ങാക്കൊത്തിട്ട് അതിലോട്ട് തന്നെ ഉള്ളി തീരെ കനം കുറച്ചല്ല കേട്ടോ, നടുക്കൂടെ ഒന്ന് മുറിച്ച് പിന്നെ നീളത്തിലൊന്ന് മുറിച്ച് അത്രയേ ഉള്ളൂ. ഇതിലേക്ക് 2 ഉണക്കമുളക് ചേർക്കും. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കും. ഞാൻ 5-6 വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇച്ചിരി കടലയൊക്കെ ആകുമ്പോൾ ഗ്യാസ് അല്ലേ, അപ്പം അതിനൊരു ഇത് വരാൻ വേണ്ടിയാണ് ഇച്ചിരി വെളുത്തുള്ളി ചേർക്കുന്നത്. ചിലർക്കൊക്കെ ഈ കടലക്കറിയൊക്കെ കൂട്ടുമ്പോഴത്തേക്ക് നെഞ്ചിരിച്ചിലും അങ്ങനെയൊക്കെ വരും. ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചേർക്കാമെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. വെജിറ്റബിൾ മസാലപ്പൊടിയും ഞാൻ ചേർക്കാറുണ്ട്, മസാലപ്പൊടിയും ചേർക്കാറുണ്ട്. എന്നിട്ട് മല്ലിപ്പൊടി, വെജിറ്റബിൾ മസാലപ്പൊടി ചേർക്കുമ്പോൾ ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കും. ഇത് നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തേച്ച് അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടെ ചേർക്കും. ഇതിനി ഇവിടെ നല്ലപോലെ തിളക്കട്ടെ. കടലക്കറിക്ക് ഇച്ചിരി നല്ല ഇതുണ്ട്. ഇതിപ്പോൾ വെള്ളം പോലല്ലേ ഇരിക്കുന്നത്. ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ശകലം തേങ്ങയും പിന്നെ ഈ വേവിച്ച് വെച്ചേക്കുന്നതിനകത്തുനിന്ന് കുറച്ച് കടലയും കൂടി എടുത്ത് മാറ്റുവേ. എന്നിട്ട് അത് രണ്ടും കൂടെയാണ് ഇപ്പോൾ അരച്ചേക്കുന്നത്. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് തിളച്ച് ഇച്ചിരി ഒന്ന് കുറുകും. ശകല ഉപ്പൂടെ വേണം.
ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. കണ്ണന് സമയമായി, പോകാനൊക്കെ സമയമാകുന്നു. കണ്ണന് കഴിക്കാനുള്ളതൊക്കെ കൊടുക്കണേ. ഇങ്ങനെ ഈ പാത്രത്തിൽ കറി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചെയ്താകുമ്പോൾ പരന്ന പാത്രമല്ലേ, അപ്പോൾ ചൂടാറും കറി പെട്ടെന്ന്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും. ഇതാ വന്ന് കഴിക്ക്. ആ പൂജാമുറി അടച്ചിട്ടേച്ചേ പോകാവുള്ളൂ. തുടങ്ങി ഉപദേശക രാവിലെ ഉപദേശിക്കാനായിട്ട്. നിർത്തിക്കോണം കേട്ടോ. എടാ ബാടാ, സമയം പോന്നു. കണ്ടതിനവരെ കൊണ്ട് വിട്ടിച്ച് വന്നാലോ ചേട്ടാ? ഞാൻ കൊണ്ടുവിട്ടോളാം, ബാത്റൂം വേണ്ട. അന്ന് ഭയങ്കര മഴയല്ലായിരുന്നോടി? നിന്നെ ഇട്ട് പഠിപ്പിക്കുന്നില്ല, വേഗം ഗേറ്റ് പോയി തുറക്കും. പിന്നെ നീ ഇന്ന് സ്കൂളിൽ പോകും. ഞാൻ വിടൂടാ. ചെരുപ്പൊന്ന് കുടഞ്ഞിട്ട് എടുത്തിടാവളെ. കുടം നൂർത്ത് സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ, തെന്നിയൊക്കെ കിടക്കുമായിരിക്കും. ഇങ്ങനെ തോണ്ടി വഴക്കുണ്ടാക്കുന്നൊരു സാധനം. രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടമ്മമാരുടെ പരിപാടി തന്നെ പാത്രം കഴുകിച്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഉണ്ടാക്കിയത് എല്ലാം കഴുകാനെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കറി വെക്കാനുള്ളതെല്ലാം ഞാൻ അരിഞ്ഞൊക്കെ എടുത്തു കേട്ടോ. കറി വെക്കാനുള്ള അരിഞ്ഞുണ്ട്, തോരനുള്ളതാണ് അരിഞ്ഞേക്കുന്നത്. പയറുണ്ടായിരുന്നു, പയർ അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ശകലം വെള്ളമായി ചേർക്കുന്നുണ്ടേ. പിന്നെ ഉപ്പും ചേർത്ത് അത് അതിന് വേകുമ്പോഴത്തേക്ക് ഇതിനുള്ളത് അരച്ചുകൊണ്ട് വരാം. ഇത് മത്തി വറക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. അതിനകത്ത് മീനിൻ്റെ മുട്ടയുണ്ട്, അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഞാനത് മൂടി വെച്ചേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഉള്ളിത്തീയിൽ വെക്കാനായിട്ട് തേങ്ങ എല്ലാം വറുത്ത് എല്ലാം വെച്ചേക്കുന്നതാണ്. ഇനി അരച്ചെടുത്താൽ മതി. ഇത് നമ്മൾ തേങ്ങ വറക്കുന്നതിന് മുന്നേ ഉണ്ടല്ലോ, തേങ്ങ ചിരണ്ടി കഴിഞ്ഞിട്ട് ഇട്ടൊന്ന് പൊടിക്കാൻ, ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാമെങ്കിൽ ഉണ്ടല്ലോ, വെള്ളമൊന്നും ചേർക്കല്, പൊടിച്ചെടുക്കണം. ഒന്ന് കറക്കി കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. അന്നേരം അത് വറക്കാമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് വറുത്തും എടുക്കാൻ പറ്റും, എല്ലാം ഒരുപോലെ വറുത്തെടുക്കാനും പറ്റും. അല്ലാതെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ തേങ്ങ, അല്ലെ പിന്നെ നമ്മൾ പൊടിയായിട്ട് ചേർക്കണം. നമ്മൾ ഈ ധൃതി വെച്ചൊക്കെ അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് പതിയെ നിന്ന് പൊടിയായിട്ട് ചേർന്നാലൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. നല്ല ഇതായിട്ട് നമുക്ക് വറക്കാൻ പറ്റും. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു ചുമന്നുള്ളി ചേർത്തിട്ടുണ്ട്. വേണ്ടേ ചുമന്നുള്ളി, അത് തേങ്ങ വറക്കുമ്പം തന്നെ ഞാനും കിട്ടും ചുമന്നുള്ളിവേ. പിന്നെ വറുത്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ശകലം മുളക് പൊടി, ശകലം മല്ലിപ്പൊടി, ഇത്രയാണ് ഞാൻ തീയലിന് എടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരും. അപ്പം അതിന് മുമ്പ് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കട്ടെ. പയറ് തോരനെല്ലാം വെച്ച് കേട്ടോ. പിന്നെ നമ്മുടെ തീയലിനുള്ള ഉള്ളി ഇനിയൊന്ന് വറുത്തെടുക്കണം. ഉള്ളി, പിന്നെ നമ്മുടെ ഉണ്ടമുളകില്ലേ, നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്നത് ആ മുളകാണ്. അതിന് നല്ലൊരു മണവും രുചിയൊക്കെയാണ്. ഇനി നല്ലപോലെ വഴറ്റി. ഇപ്പം നമ്മുടെ ഈ ഉള്ളിത്തീയിലുള്ള തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂടെ തേങ്ങ വറുത്തത് അരയ്ക്കത്തില്ലേ, അതിനകത്ത് ഞാൻ ഇച്ചിരി പിഴുപുളിയില്ലേ, വാളംപുളി, അത് ഇച്ചിരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. ഇനി അവിടെ നിന്ന് ഇന്ന് ഒത്തിരി അങ്ങോട്ട് മൂക്കത്തില്ല, ഒരിച്ചിരി ഒന്ന് മൊരിയണം. ഉള്ളി ഒരുപാട് ഇട്ടങ്ങ് മൂപ്പിക്കത്തില്ല കേട്ടോ. ഇതുപോലൊരു ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക്
അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ചേർപ്പാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താൽ നല്ലപോലെ തിളക്കണം. എന്നിട്ട് ഉള്ളിത്തീൽ റെഡിയായി. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയായി. ഇനി ഞങ്ങൾ ചോറക്കൊണ്ടിട്ട് ഞങ്ങൾ തരണ്ട്, ഞാനും ചേട്ടനും തന്നെയുള്ളതേ. പുളിയെല്ലാം ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പം തൊട്ട് ഒരു 5 മണിയാകുമ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. മഴയുടെ സൗണ്ട് നല്ലപോലെ കേൾക്കാമായിരുന്നു അടുക്കളയിൽ നിന്നപ്പോഴത്തേക്കും. അതുപോലെ മഴയായിരുന്നു. ഇപ്പം കണ്ടോ മഴ പെയ്താന്ന് പോലും പറയല. ഇങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. നീ എന്ന് പെയ്യാനാണോ ഈ മഴയൊക്കെ ഇരിക്കുന്നതെന്ന് ആർക്കറിയാം. നല്ല വെയില. ഉള്ള പൊട്ട് റംബൂട്ടാൻ എല്ലാം കൂടെ പറിച്ച് എൻ്റെ കെട്ടിയോൻ വേണ്ട, കെട്ടിയോൻ ഈ പെണ്ണും കൂടെ തിന്ന്. ഞാനിതിലെങ്ങും ഇല്ല. അടങ്ങിയിരിക്കേ, നീ എറിയൂടി, എനിക്കറിയാം. നല്ല കാറ്റാണ്. പോയി കുളിക്കച്ചു. ഞാൻ കുളിക്കാൻ കയറുക. ആഹാ എന്നാ നല്ല കാറ്റേ. അയ്യോ ഭയങ്കര മഴ വരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉച്ച കഴിഞ്ഞ് വീഡിയോസ് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തിട്ടില്ല. അപ്പം വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.